നമസ്കാരം. ഞാനിപ്പോൾ സരസപ്പൻ കലാലയ, അമ്പലപ്പുഴ സരസപ്പൻ കലാലയ എന്ന ഒരു ഞങ്ങളൊക്കെ ജ്യേഷ്ഠതുല്യൻ അല്ലെങ്കിൽ ഗുരുവിൻ്റെ സ്ഥാനത്ത് കാണുന്ന സരസപ്പൻ കലാലയയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഞാൻ ചെറുപ്പം മുതലേ അണ്ണാന്നൊക്കെ വിളിക്കുന്നത്. അണ്ണാ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ സഹായം പോലെ തന്നെ അതിന് തുല്യമായിട്ട് തന്നെ കേരളത്തിലെ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി സംഘടനകൾ ഉള്ളതുകൊണ്ടാണ് ഞാനും എന്നെപ്പോലുള്ള കലാകാരന്മാരും ഈ കലാ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് തന്നെ ഇപ്പം AKPPA അല്ലേ, ആൾ കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസ് അസോസിയേഷൻ, PPAF പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസ് ഫെഡറേഷൻ, APPOO കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഓർഗനൈസേഷൻ, പിന്നെ PPCF പ്രൊഫഷണൽ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരൊക്കെ ഇങ്ങനെ മുന്നോട്ട് ജീവിതം നയിച്ചു പോകുന്നത്. അതിൽ AKPPA എന്ന സംഘടനയിൽ, ആൾ കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി അസോസിയേഷൻ എന്ന സംഘടനയിൽ തുടക്കകാലം മുതൽ സജീവമായി നിലനിൽക്കുന്ന എത്ര വർഷമായി? 39 വർഷമായിട്ട് സജീവമായിട്ട് പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി രംഗത്ത് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് സരസപ്പൻ കലാലയ. എന്നാൽ എങ്ങനെ ഈ പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസി രംഗത്തേക്ക് വരാനുള്ള കാരണമുണ്ട്? ഏജൻസി എന്ന് പറയുന്നത് മനസ്സിൽ വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ ഈ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഈ നാടകവും പാട്ടും ഒക്കെ ആയിരുന്നു എൻ്റെ പ്രൊഫഷൻ. കലാരംഗം ഒരു നല്ല രീതിയിൽ ഒരു കലാകാരനാകണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന ഈ സ്കൂളിലെ നാടകങ്ങളിലൊക്കെ പല ഇതിലും ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു, ജീവിതത്തിലേക്ക് തിരിഞ്ഞു. ഏകദേശം 16 വർഷം കടൽപ്പണിക്ക് പോയി, മത്സ്യബന്ധനത്തിന് പോയി. അന്ന് തണ്ടുവലി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിച്ച് തേക്കും തണ്ടാണ്, 3 കോല് നീളമാണ്, അറ്റത്തൊരു പത്തി, പിന്നെ ഇവിടെ കുറ്റി, പിന്നെ മതിയൻ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതിന് പേര്. അപ്പൊ അത് ഈ മത്സ്യബന്ധനത്തെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇതിന്റെ പേര് കറക്റ്റായിട്ട് ജനത്തിന് മനസ്സിലാക്കാൻ പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാല് ഈ കുറ്റി ഇങ്ങനെ ഇടും, തണ്ട് അതിന് ഓട്ടം എന്ന് പറയും, ഒരു കയറ് കിട്ടിട്ട് ഇപ്പൊ പടി ഇതാണെങ്കിൽ ഫ്രണ്ടിലെ പടിയിൽ നമ്മൾ കാല് ചവിട്ടി ഈ തണ്ട് മുന്നോട്ട് ഒഴിച്ചിട്ട് വെള്ളത്തിലേക്ക് താക്കും, എന്നിട്ട് ഇങ്ങനെ വലിക്കണം. ആ കാലഘട്ടത്തിലാണ് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ആദ്യം നമ്മൾ കയറുമ്പോൾ ഈ കൈയുടെ ഇവിടെ എല്ലാം പൊട്ടി ആകെ വലിയ വിഷയമാകും. പിന്നെ ഒരു ആദ്യമായിട്ട് കയറുന്ന ഒരാളിന് കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും പണിക്ക് പോകാൻ പറ്റില്ല. അത് തന്നെ അല്ലെ എരിവ് കൂട്ടി ഭക്ഷിക്കാൻ പറ്റില്ല, അല്ലെ സ്പൂൺ കൊണ്ട് കഴിക്കേണ്ടി വരും. അത് പിന്നെ അത് അങ്ങനെ നിരന്തരമായിട്ട് ചെയ്ത് ലാസ്റ്റ് ഇവിടെ തയമ്പാകുമ്പോഴാണ് ഒരു ആശ്വാസം. പിന്നെ നമുക്കെല്ലാം ഈസി ആയിരുന്നു. എന്നാലും എനിക്ക് ഈ വലയുടെ പണിയോ മറ്റൊന്നും അറിയത്തില്ല. എല്ലാവരും മത്സ്യത്തൊഴിലാളി, ഞാനും മത്സ്യത്തൊഴിലാളി. അങ്ങനെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ കടലിൽ 15 വർഷത്തോളം ഞാൻ തണ്ട് വലിച്ച് എൻ്റെ കുടുംബം പുലർത്തിയിരുന്നതാണ്. ആദ്യമായിട്ട് പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ കലാരംഗത്തേക്ക് അഭിനയിച്ച നാടകത്തിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ആദ്യം ഞങ്ങൾ ഈ ക്ലബ് നാടകങ്ങളായിരുന്നു. ക്ലബ് നാടകങ്ങളില് നവകലാ സാഹിതി എന്നും പറയും പായൽക്കുളങ്ങര കേന്ദ്രമാക്കി ഞങ്ങൾ കുറെ കൂട്ടുകാരും ഞാനുമായിട്ടൊരു സംഘടന ഉണ്ടാക്കി. അത് ഈ നാടകം കളിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ എല്ലാ കൊല്ലവും വാർഷികത്തിന് ഒരു പ്രിന്റഡ് ബുക്ക് എടുക്കും. അതെടുത്തുകൊണ്ട് വന്ന് ഏതെങ്കിലും സംവിധാനം എന്ന് പറയുമ്പോൾ എനിക്ക് ഈ സ്കൂൾ നാടകങ്ങളിൽ നാടകത്തിന്റെ ക്ലാസ് ഹരിശ്രീ പകർന്നു തന്നത് ആ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഭാസ്കരൻ പിള്ള സാർ. അന്ന് UPS അമ്പലപ്പുഴ, ഇന്നത്തെ KK കുഞ്ചുള്ള ഹയർ സെക്കൻഡറി സ്കൂള്. അപ്പൊ അദ്ദേഹം അന്ന് കാക്കാഴം ഗോപാലിച്ചേട്ടന്റെ മലയാള നാടകവേദി എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ട്രൂപ്പുണ്ട്. അന്ന് ഇത്രയോളം പ്രൊഫഷണൽ ട്രൂപ്പുകൾ ഇല്ല. വിരലുണ്ടാവുന്ന അന്ന് കൊല്ലം യൂണിവേഴ്സൽ, പിന്നെ ട്യൂണ, പിന്നെ വൈക്കം മാളവിക, ഇങ്ങനെയുള്ള വരിയിലുണ്ടാവുന്ന സമിതികളെ KPC എന്തും ഉണ്ട്. കാളിദാസ കലാകേന്ദ്രം, അതെല്ലാം ഓർമ്മ വെച്ച കാലം തൊട്ടേ അതിന്റെ പേര് കേൾക്കാറുണ്ട്. അങ്ങനെ പിന്നെ നാടകം കാണുവാനും കളിക്കുവാനും ഈ സ്കൂൾ നാടകത്തിൽ ഈ ഭാസ്കരൻ പിള്ള സാർ ഇങ്ങനെ അതിൻ്റെതായ ഒരു ചിത്രം കൂടെ പൂർത്തിയായി. അതിന്റെ കഥാകൃത്തിന്റെ പേര് എനിക്കറിയത്തില്ല. വായനശാലയിൽ നിന്ന് ഒരു പ്രിന്റഡ് ബുക്ക് എടുത്തുകൊണ്ടത് കൃഷ്ണകുമാർ എന്ന് പറയും വർക്ക് എക്സ്പീരിയൻസ് പിന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹവും ഈ ഭാസ്കരൻ പിള്ള സാറും കൂടെ ചേർന്നാണ് ആരിലേക്ക് നാടകം പഠിപ്പിച്ചത്. നാടകത്തിന്റെ പേരെന്തായിരുന്നു? ഒരു ചിത്രം കൂടി പൂർത്തിയായി. അതിൽ ഒരു ചിത്രകാരന്റെ വേഷമാണ്, എന്നാൽ തന്നെ അംഗവൈകല്യമുള്ള ചിത്രകാരനാണ്.
പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി രംഗത്ത് ഇറങ്ങിയപ്പോൾ ഈ കലാലയ പ്രോഗ്രാം ഏജൻസി വെക്കാൻ കാര്യം അമ്പലപ്പുഴ സരസപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ സരസപ്പം കലാലയായി മാറി. അല്ല, അമ്പലപ്പുഴ സരസപ്പൻ എന്ന പേര് വെച്ചത് ഒറ്റയ്ക്ക് മിമിക്രി നടത്താൻ പോയിരുന്നു. നിങ്ങളപ്പോ മിമിക്രി ഉണ്ടായിരുന്നു? നല്ല മിമിക്രി ഉണ്ട്. അന്ന് ഞാൻ അനുകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം പി കെ അബ്രഹാം, പഴയ നടൻ പി കെ അബ്രഹാം. അതിപ്പോ പറഞ്ഞാൽ എത്രത്തോളം വരുമെന്നറിയില്ല. എത്ര വയസ്സായി ഇപ്പോ? 27 പറഞ്ഞാൽ പോരെ, 65 വയസ്സ്. കുഴപ്പമില്ല, ഈ പ്രായത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞല്ലേ. അതെ, അതുപോലെ പറയോ, അതൊന്ന് പറഞ്ഞു നോക്കാം. പിന്നെ ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കും എന്നറിയത്തില്ല. ചിലപ്പോ ശരിയാകാം, ശരിയാകാതിരിക്കാം. കുഴപ്പമില്ല, ഓഡിയൻസ് സ്വീകരിച്ചു. ദേവി, നീ എന്താണ് ആവശ്യപ്പെടുന്നതെങ്കിലും അത് ഞാൻ ഞൊടിയിടയിൽ സാധിച്ചു. പക്ഷേ നിന്നെ എനിക്ക് വേണം. കറക്റ്റാണ്, ഓരോരുത്തർ പറഞ്ഞില്ലേ, കറക്റ്റാണ് കേട്ടോ, ഭയങ്കര കറക്റ്റാ. പിന്നെ അപ്പോൾ ആദ്യം ഈ കലാലയ പ്രോഗ്രാം ഏജൻസി ഇടാൻ കാര്യം? കലാലയ പ്രോഗ്രാം ഏജൻസി ഇടാനായിട്ട് ഞങ്ങൾ ഈ ക്ലബ്ബ് നാടകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എന്റെ അഭിനയം കണ്ടിട്ട് എന്തോ എങ്ങനെ അഭിനയിച്ചെന്ന് എനിക്കറിയത്തില്ല. നമ്മളല്ല തീരുമാനിക്കുന്നത്, ഓഡിയൻസ് അല്ലെ കാണികളല്ലേ തീരുമാനിക്കുന്നത്. ഇന്നയാളുടെ അഭിനയം കൊള്ളാം, അല്ലെ താൻ പോരാ എന്നൊക്കെ. ഇപ്പോഴും ഞാനും ചെന്ന ചില പ്രൊഫഷണൽ നാടകം കാണുമ്പോൾ ഞാൻ പറയും ഈ നാടകം കൊടുക്കാൻ പറ്റില്ല, അല്ല ഇന്ന കഥാപാത്രങ്ങൾ പോരാ എന്നൊക്കെ ഞാൻ തുറന്നു പറയണ്ട. അതിൻ്റെതായ വൈരാഗ്യവും പലർക്കും എന്നോടുണ്ട്. കാരണം നമ്മളിത് വിൽക്കേണ്ട സാധനമാണ്. ഒരു ഏജന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു അമ്പല കമ്മിറ്റിക്കാരല്ലേ, ഒരു ക്ലബ്ബ് അല്ലെ, ഒരു സ്പോൺസർ വന്ന് എനിക്കൊരു നല്ല നാടകം വേണം എന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്ന കൂട്ടത്തിൽ ഏതാണ് ബെസ്റ്റ് അതിനാദ്യം വിളിക്കും. അപ്പൊ ഇദ്ദേഹം പറയും അതെ, ആ ചിലപ്പോൾ ഒരു പുതിയ സമിതിയായിരിക്കും, ആ വർഷം ഇറങ്ങിയ സമിതിയാണെങ്കിലും ആ നാടകം സൂപ്പർ ആയിരിക്കും. കേട്ടിട്ടില്ല. അപ്പോൾ പറയും അവർക്കൊരു ഗ്യാരണ്ടി കൊടുക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ നാടകം അവിടെ വന്ന് കളിക്കട്ടെ, ഞാൻ ഗ്യാരണ്ടി. നാടകം മോശമാണെങ്കിൽ നിങ്ങൾ 5 പൈസ കൊടുക്കണ്ട, ഞാൻ അവരെ പറഞ്ഞു വിട്ടോളാം. അപ്പോഴവർ ചോദിക്കും അത്രയ്ക്ക് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഉടനെ സമിതിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ പറയാം ഇന്ന മാസം ഇത്രാം തീയതി ഇന്നെടുത്തുണ്ട്. ആ സ്ഥലത്ത് ഈ സ്പോൺസറേയും കൊണ്ടുപോകും, കാണിക്കുമ്പോൾ അവര് അപ്പൊ പറയാം ഇത് കൊള്ളാം, ഇത് വെച്ചാൽ മതി. അങ്ങനെ അതിന്റെ ആ ബുക്കിംഗ് ഇങ്ങനെ പോകും. കലാലയം ഇടാനുള്ള കാരണം ഈ ക്ലബ്ബ് നാടകങ്ങൾ കളിച്ച് പിന്നെ നമ്മുടെ ദേവജി പുറക്കാട് അത് ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ വലിയൊരു നേതാവായിരുന്നു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ഇതൊക്കെ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അതെ അതെ അതെ, നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അനുജൻ ഗംഗാധരൻ, അപ്പൊ അന്ന് അദ്ദേഹത്തോടൊപ്പം ഞാനൊരു രാഷ്ട്രീയ കോൺഗ്രസ് എസിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുക. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ ഞാൻ ഈ നാടകം കളിച്ച് വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ നാടകത്തിൽ കയറിയാൽ കൊള്ളാവുന്നുണ്ട് അടുത്ത വർഷം, വല്ലൊരു പരിചയമുണ്ട്. അപ്പൊ പറയും ഞാനൊരു കത്ത് തരാം, ആ കത്തുമായിട്ട് ആളെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞ അദ്ദേഹം അപ്പൊ തന്നെ ഇവിടെ വീട്ടിൽ നിന്ന് കത്തെഴുതി തന്നു. ഞാൻ ആ കത്തെടുത്ത് നോക്കിയപ്പോൾ ആരാണ്, ഞാൻ മൈക്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ കണക്ക് ഉത്സവപ്പറമ്പുകളിൽ മൈക്കിലൂടെ ഇടവേളയ്ക്ക് കേൾക്കും ഈ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ നാടകം ബുക്ക് ചെയ്യുന്നതിന് MK മോഹനൻ, ഭീമാ ഗാർഡൻസ്, ആലപ്പുഴ. അദ്ദേഹം കത്തെഴുതിയിരിക്കുക. അതേ ഉള്ളായിരുന്നു. പിന്നെ ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ ഏജൻസി അദ്ദേഹമാണ്. അതിന് ഉത്തരവാദി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ്, അതെ, TK ചെല്ലപ്പൻ എന്ന അതിഗായകനായിരുന്നു നടനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹം ഈ ഏജൻസി എന്നുള്ള സംഭവം തുടങ്ങി. അപ്പോ ഈ പേര് കേട്ടപ്പോ ഞാൻ പറയും അങ്കമാലി നാടകത്തിന്റെ മാന്ത്രിക പൂച്ച 2 പ്രാവശ്യം അറ്റാക്ക് വന്നല്ലേ. അത് പായിക്കുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ വെച്ച് മരിച്ചു അവിടെ. അപ്പോ ഈ കത്തുമായിട്ട് നേരെ കലാകാരന്റെ ആത്മാവിനെ ശാന്തി അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. ഈ കത്തുമായിട്ട് മോഹനൻ ചേട്ടന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. ഭീമാകൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കുറെ സിൽബന്ധികൾ ഇരിപ്പുണ്ട്. അത് അവരുടെ പേരിപ്പോ എടുത്തു പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഉടനെ ഞാൻ ഈ കത്ത് കൊടുത്തപ്പോൾ ഇദ്ദേഹം ഉടനെ കത്ത് വായിച്ചിട്ട് ആ ഇരിക്കുന്നവരോട് പറയുകയാണ്, കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്
എനിക്ക് കത്ത് കൊടുത്ത് വിട്ടിരിക്കുന്നത് ഇയാളെ ഏതെങ്കിലും പ്രൊഫഷണൽ നാടകത്തേക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്നും ഇത്രയും ഒന്നും ഇല്ല, ആകപ്പാട് കമ്പ് പോലിരിക്കുക. അതെ, അവിടെ പറഞ്ഞ അവിടെ ഇരുന്ന ആള് ചോദിച്ചു, താൻ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ക്ലബ് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രൊഫഷണൽ നാടകത്തിൽ പോകാൻ ഉള്ള ഗ്ലാമർ ഉണ്ടോ എനിക്ക്? ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, ഒരു വേഷം കിട്ടിയാൽ അഭിനയിക്കാം. അങ്ങനെ ഇവർ അവിടെ ഇരുന്നവരല്ല അന്ന് കളർകോട് ശിവകുമാർ എന്ന കാതികൻ. അദ്ദേഹം എടുത്തു ചോദിച്ചു, അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ താങ്കളെ പറഞ്ഞു വിട്ടാൽ അവസരം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു അവര് എന്തായാലും എന്നെ ഒന്ന് അഭിനയിപ്പിച്ചു നോക്കുമല്ലോ, പിന്നെ കൊള്ളത്തില്ലെങ്കിൽ പറഞ്ഞു വിട്ടാൽ സന്തോഷത്തോടെ ഞാൻ പോകും. അങ്ങനെ അവരായിട്ട് ഇന്റർവ്യൂ പോലെ നടത്തി. അത് ഇട്ട് ഉടനെ അദ്ദേഹം എൻ്റെ ഫോൺ നമ്പരെ കുറിച്ച് എടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ വലിയ സമിതിയിലൊന്നും കയറാൻ പറ്റത്തില്ല, ഒരു മീഡിയം സമിതിയിലൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ കാലത്ത് നാടകങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി വരിക. ഒന്ന് അദ്ദേഹം ഉടനെ നമ്പർ എഴുതി എടുത്തുകൊണ്ട് പോന്നു. ഒരാഴ്ച കഴിഞ്ഞ്, അന്ന് ഇത്രയും ഈ ഫോണിന് ഇത്രയും വലിയ സംവിധാനമൊന്നുമില്ല, ഞാൻ വീണ്ടും എന്റെ വീട്ടിൽ പോലും നമ്മുടെ തൊട്ടുകിടക്കില് അബിത എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടായിരുന്നു. അവരുടെ വീട്ടില് ഞങ്ങൾ ഗ്രൂപ്പ് ഇട്ട സമയത്ത് ഫോൺ കോൾ അവര് അവിടെ നിന്ന് പറഞ്ഞ് ചിലപ്പോൾ പ്രോഗ്രാം വിളിക്കുന്ന സമയത്ത് അവർ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് എടുക്കുമ്പോഴത്തേക്കും വേറെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് പിന്നെ അല്ല അതുപോലെ പറയാം ഈ ഫോൺ ടൈം പറഞ്ഞപ്പോ അതുപോലെ പിന്നെ നമ്മുടെ പേടിച്ചേട്ടനും ഗംഗാ സ്റ്റുഡിയോ കിടന്ന് ശിഖ സ്റ്റുഡിയോ അവിടെ ആയിരുന്നു ബുക്കിംഗ് ഓഫീസ്. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, അവർക്കും ഫോൺ ഉണ്ടായിരുന്നു. ഗോപാലകൃഷ്ണനായിട്ട് മരിച്ചുപോയി, പുള്ളിയുടെ ആത്മാവിനെ നേരാന്നോ. അപ്പോൾ അവിടെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഓരോരുത്തർ തുടങ്ങി വരുന്നതേ ഉള്ളൂ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അവിടെ ഒരു വലിയൊരു വിഷമം എനിക്കുണ്ടായി. അങ്ങനെ ചെന്നപ്പോൾ വർക്കല ജോയി ഭൂമിക അദ്ദേഹം കയറി വന്നിട്ട് സിസിലി ജോയി, അതെ, അവരുടെ നാടകത്തിന്റെ ഡേറ്റുകൾ ഇദ്ദേഹത്തിന് കൊടുക്കുക. ഡിസംബറിൽ ഇത്ര ഇന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള കാർട്ട് കൊടുത്തപ്പോൾ ഞാനത് ഇദ്ദേഹം ഇറങ്ങി ഉടനെ ഞാൻ ചോദിച്ചത് അതാണ് വർക്കല ജോയി. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നാലെ വന്നു അദ്ദേഹത്തിന്. നമ്മൾ സാർ നമസ്കാരം. നമസ്കാരം, എന്താ? ഞാൻ പറഞ്ഞത് ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റാണ്, നാടകത്തിൽ വല്ല വേഷം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയാൽ ഞാൻ അഭിനയിക്കാം, എന്നെ അഭിനയിച്ചു നോക്കി കൊള്ളത്തില്ലെങ്കിൽ പറഞ്ഞു വിട്ടു. പുള്ളി പറഞ്ഞു ഇപ്പൊ ഈ വർഷത്തെ എല്ലാവരും ആയിപ്പോയി, ഞങ്ങൾ നാടകത്തിന് പോവുക, ഇനി അടുത്ത സീസണിലേക്ക് എല്ലാവരെയും എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞു, എന്തായാലും ഞാൻ നോക്കട്ടെ, വിളിക്കാമെന്ന് പറഞ്ഞ പുള്ളിയും പോയി. ഇത് ഇദ്ദേഹത്തിനും സഹപാഠികൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, നമ്മളോട് കാര്യം പറഞ്ഞിട്ട് പിന്നല്ലേ ഇയാൾ ആരാ? ഇയാൾ ഞാൻ എന്താ അവരാരാണെന്നറിയാവോ? ഞാൻ പറഞ്ഞ ആരാണ്? ഇവരിയ്ക്കുന്നവരൊക്കെ ആരാണെന്നറിയാം? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അത് വർക്കല ജോയിയാണ്. എന്റെ ഓഫീസിൽ വന്ന ഒരാളുടെ പുറകെ നാടകത്തിന് ചാൻസ് ചോദിച്ചില്ല, എനിക്ക് എങ്ങനെ ധൈര്യം? MK മോഹൻ ചേട്ടൻ ചോദിച്ചാ. ഞാൻ പറഞ്ഞ ഒരു അവസരം ചേട്ടൻ വിചാരിച്ചാൽ ചിലപ്പോൾ ചേട്ടനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഏതെങ്കിലും ഒരു സമിതി കയറി കിട്ടിയാൽ അതാണ്. അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഇവിടെ എന്നെ അറ്റാച്ച് ചെയ്ത് കളിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാം. അവിടെ ഇരുന്ന ഈ റൗണ്ടിലിരുന്ന എല്ലാവരും അന്ന് എന്നെ ശാസിച്ചു. ഉടനെ ഞാൻ അവിടെ നിന്ന് പോന്നു. ആ ഒരു സീസൺ മൊത്തം കയറി ഇറങ്ങി നടന്ന് എല്ലാ സമിതികളിലും ഓരോരുത്തരായി പുതിയ സമിതികളുടെ ഉദ്ഘാടനങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ചെന്നിട്ട് ചോദിച്ചു, മോഹൻ ചേട്ടാ ഇപ്പോൾ എല്ലാവരും ഉറങ്ങിയില്ലേ, ഒരു സമിതി പോലും എന്നെ കയറ്റി വിട്ടില്ലല്ലോ. തനിക്ക് ഞാൻ കരുമാടി രാജേന്ദ്രൻ്റെ നാടക സമിതിയിൽ കയറ്റിവിടാൻ തന്നെ. ഞാൻ പറഞ്ഞ അവർ ഒന്നൂറ്റേ നാടകം കളിക്കുന്നവരാ, അതിനകത്ത് പോയിട്ട് എനിക്ക് കാര്യമില്ല. അപ്പോൾ പിന്നെ തന്നെ KPSC വിടാം എന്നൊരു അവഹേളനം. മുടിചൂടാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇനി ഇയാൾ എൻ്റെ അടുത്തോട്ടൊന്നും വരണ്ട, ഒരു ഏജന്റ് വിചാരിച്ചാൽ അങ്ങനെ ആരെയും കയറ്റിവിടാനൊന്നും പറ്റത്തില്ല. അത് ഞാൻ ഒരു വാശിയായിട്ടെടുത്തു. ഒരു ഏജന്റ് വിചാരിച്ചാൽ കയറ്റിവിടാൻ പറ്റത്തില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് എൻ്റെ കുറിച്ചു. അത് കാരണം ഞാൻ എന്ത് ചെയ്ത്, ഒരു ഏജന്റ് വിചാരിച്ചാൽ ആരെ കയറ്റിവിടണം അല്ലെ വിടാൻ പറ്റുമോ ഇന്നൊന്ന് പരീക്ഷിക്കണമല്ലോ. ഞാൻ നേരെ ചെന്നപ്പോൾ ഞങ്ങളുടെ ടൗൺ ഹാളിനപ്പുറം കരയോത്തിന്റെ KKDSന്റെ കെട്ടിടം കെട്ടിയിട്ടിരിക്കുക, മേളപ്പേലെല്ലാം തേച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുക, കഥയും ജനലും പിടിപ്പിച്ചിട്ടില്ല. ഞാൻ അതിന്റെ പ്രസിഡന്റിനെ സെക്രട്ടറിയും ഭാരവാഹികളെ ഓരോരുത്തരെയായി പോയിട്ടുണ്ട്. അവിടെ എന്നിട്ട് ആ AKDS 54 നമ്പർ കെട്ടിടത്തിൽ അവിടെ കാലടി ജയൻ എന്നൊരു പ്രഗത്ഭനായ നടൻ, പുള്ളി പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് അന്ന് സ്വദേശാഭിമാനിയുടെ ചെറിയൊരു ടച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ,
അതുമായിട്ട് കാലടി ജയൻ വന്ന് ഉദ്ഘാടനം ചെയ്തു. പിന്നെ കേൾക്കാനുള്ളത് സരസപ്പൻ കലാലയ, അതെ കലാലയ പ്രോഗ്രാം ഏജൻസി, AKDS ബിൽഡിംഗ്, കച്ചേരിമുക്ക്, അമ്പലപ്പുഴ. ഞാൻ വർക്ക് ചെയ്തു. ഓരോ ക്ഷേത്രങ്ങളിലും സ്പോൺസർമാരെയും കണ്ട് വർക്ക് ചെയ്തു. എന്തായാലും പിന്നെ ഇപ്പൊ എത്ര വർഷം കറക്റ്റ്? ഇപ്പൊ 39ാമത്തെ വർഷം. ഞാൻ ചോദിക്കട്ടെ, അതുപോലെ സീനിയോറിറ്റി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് ഇപ്പോഴോ? അല്ല, എന്നെ ഉണ്ട്. എന്താ അറിയോ, അണ്ണനെ പോലെ തന്നെ നമ്മുടെ പെരുമ്പാവൂർ ഷാജി ചേട്ടൻ. പെരുമ്പാവൂർ ഷാജി എന്നേക്കാൾ സീനിയർ. ഷാജി സരിക ദർശനം ടൂറിസവും പ്രോഗ്രാം ഏജൻസി, അങ്ങനല്ലോ പ്രോഗ്രാം ഓർഗനൈസർ പെരുമ്പാവൂർ, എംസിയിലോട് പെരുമ്പാവൂർ. അപ്പം അദ്ദേഹം 40 വർഷമായിരുന്നു തോന്നുന്നു. ഞാൻ വരുമ്പോ അദ്ദേഹമൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിപ്പം ഇതിനകത്തൊക്കെ അദ്ദേഹത്തിന്റെ വിഷമ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരിക്കലും ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല. പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കുക, അല്ലേ? അവരോട് പിണക്കമായിട്ടൊന്നും പറയുന്നില്ല, പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അങ്ങനെയൊക്കെ എനിക്കും വിഷമം ഉണ്ടായിട്ടുണ്ട്. ഞാനും എന്റെ ചേട്ടനും കൂടെ ഒരുമിച്ചാണല്ലോ പ്രോഗ്രാം കളിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സമിതിയിലേക്കാണ്, ഒരു പ്രൊഫഷണൽ സമിതിക്ക് അണ്ണനെ വിളിച്ചു. എനിക്ക് വിഷമമായി. ഞങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ, രണ്ടായിട്ട് മാറിയപ്പോൾ ഭയങ്കര സങ്കടം. അങ്ങനെ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ പോയി. സമിതിയുടെ പേരൊന്നും പറഞ്ഞില്ല. അപ്പോൾ പ്രോഗ്രാം കാണാൻ പോയപ്പോഴും ഞാൻ ഫ്രണ്ടിൽ കാണുക, ചേട്ടനും പ്രൊഫഷണൽ ആർട്സിലൊക്കെ പ്രോഗ്രാം കളിക്കുക. പ്രോഗ്രാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിൽ ചെന്നപ്പോൾ അതിന്റെ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ശമ്പളമൊന്നും വേണ്ട, സത്യം ഈ ശമ്പളമൊന്നും വേണ്ട, എനിക്ക് ഈ സമിതി ഒന്ന് സഹകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. നോക്കാം എന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ഞാനിങ്ങോട്ട് മാറിയപ്പം നമുക്കത് കാണാം, നമ്മുടെ ചെവിക്ക് കേൾക്കുകയാണ് ഈ ഒച്ചയടപ്പിനൊക്കെ മിമിക്രിക്ക് ആരാ കൊണ്ടുപോകണത് എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്റെ ചേട്ടനോട് ഇല്ല എന്നിട്ട് പറഞ്ഞിട്ട് ഈ അതിലെ 1-2 ആർട്സിലും ഈ സെക്രട്ടറിയൊക്കെ ഉൾപ്പെടെ ഭയങ്കര ചിരി പറയാൻ കാരണം, ആ വർഷം നമുക്കൊരിക്കലും നമ്മുടെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്നത് ബാലനാട് ഭാവിച്ചത്. പിന്നെ കൊച്ചിൻ സൂപ്പർ സ്റ്റാർ അറിയല്ലോ, സലീംകുമാർ, ഞാൻ ആദ്യം കളിച്ചത്. അത് ശേഷം എനിക്ക് പ്രൊഫഷണലായിട്ടൊരു വേദി ഒരുക്കി തന്ന കൊച്ചിൻ സംഘവേല. ഞാൻ ആ കൊച്ചിൻ സംഘവേല 1 വർഷം കളിച്ചു കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം കണ്ടിട്ട് ഈ പറഞ്ഞ സമിതിയിലേക്ക് അടുത്ത വർഷം ഞാൻ പറയുന്ന ശമ്പളത്തിൽ എന്നെ വിളിച്ചു. അപ്പൊ നമുക്ക് ദൈവാനുഗ്രഹമാണ്, ഗുരുത്വമാണ്. നമുക്കൊരു വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് നമുക്ക് പറഞ്ഞാൽ വിഷമങ്ങളെ പറയാനുള്ളൂ. അല്ല, ഇത് എനിക്ക് ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ഒരു കലാകാരൻ വന്നൊരു ചാൻസ് ചോദിച്ചാൽ, ശരി നിങ്ങൾ ക്യാമ്പിലേക്ക് പോവാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തറിയാം, ഒന്നിട്ട് നോക്കിയിട്ട് അവരുടെ മൈനസ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഇന്ന ഫാൾട്ട് ഉണ്ട്, അതൊന്ന് ശരിയാക്കാമെങ്കിൽ അടുത്ത വർഷം സരസപ്പൻ അണ്ണൻ നല്ലൊരു ഗായകൻ കൂടിയാണ്. അപ്പൊ അണ്ണന്റെ ഒരു 4 വരി ഇവിടെ കേട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. സമയം തീരെ കുറവായതുകൊണ്ടാണ് ഇനിയും ഞാൻ വരാം. എങ്കിലും നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് സരസപ്പന്റെ ഒരു പാട്ട് കൂടെ കേൾക്കാം. ഓക്കെ ആണോ?